ആരാ ഈ പണിയൊക്കെ ചെയ്യുന്നത്? ബോധമുണ്ട്. ബോധമില്ലെങ്കിൽ ഇതൊന്നും നടക്കുന്ന പ്രശ്നമില്ല, അല്ലേ? ആ ബോധമാണ് ആദ്യക്ഷരത്തിൽ നിന്ന് ഇതൊക്കെ തുടങ്ങി, ആദ്യക്ഷരത്തിൽ അടങ്ങി. ഇപ്രകാരം ആദ്യക്ഷര ഇവയെ ഓരോന്നെടുത്ത് ഇനി അദ്ദേഹം വ്യാവഹാരിക രീതി പറയാണ്, ഞാനിനി ഇവിടെ മുതൽ ആദ്യക്ഷരം മുതൽ ഈ പരമമായ ബോധത്തിൻ്റെ മഹത്വം ഞാനിനി വർണ്ണിക്കാൻ പോവുകയാണ്. അപ്പം ഇനി മുതൽ എഴുത്തച്ഛൻ അകാരത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി അങ്ങ് അവസാനം വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്താണ് ല റ എന്ന് പറയുന്ന അക്ഷരം വരെ കൊണ്ട് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്, അല്ലേ? ഇങ്ങനെ ആദ്യക്ഷരത്തിൽ നിന്ന് തുടങ്ങി ആദ്യക്ഷരത്തിൽ നിന്ന് ആദ്യക്ഷരത്തിലേക്ക് പോകുന്ന മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി. ഇതൊക്കെ നിരീക്ഷകനിലാണ് നിരീക്ഷണ ലോകം ഉണർന്ന് നിലനിന്ന് ഉറങ്ങുന്നത്. നിരീക്ഷണ ബോധത്തിലാണ്, അല്ലെങ്കിൽ നിരീക്ഷക ബോധത്തിലാണ് ലോകം ചിന്തകളുടെ രൂപത്തിൽ ഉണർന്ന് നിലനിന്ന് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ എല്ലാം മറച്ചു വയ്ക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരേ ബോധത്തിലാണ്. അപ്പം നമ്മൾ കുറച്ച് സമയമൊക്കെ ഓങ്കാരത്തിലൂടെയൊക്കെ തിരിച്ച് ആരിലേക്ക് എത്തണം? ബോധത്തിലേക്ക് എത്തണം. ആ ബോധത്തിലേക്ക് എത്താനാണ് നമുക്ക് ചില അനുഷ്ഠാനങ്ങൾ വേണ്ടത്. ഇതിപ്പോൾ ആദ്യക്ഷരത്തിലൂടെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ബോധം ആണ് അടിസ്ഥാനം, ബോധമാണ് അടിത്തറ, ബോധമാണ് ആശ്രയം, ബോധമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. നിങ്ങൾ ആരാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചിന്തയാണ് പറഞ്ഞു. അപ്പം നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു വാക്കോട് ചേർത്തിട്ടേ പറയാവൂ, ഞാൻ ബോധചിന്തയാണ്, ഞാൻ ബോധചിന്തയാണ്. ഇതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ബോധത്തിൽ നിന്നുണ്ടായി, ബോധത്തിൽ നിലനിന്ന് ബോധത്തിലേക്ക് ലയിച്ചു പോകുന്ന ബോധചിന്ത. നമ്മുടെ ഹിന്ദു മതഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് മതഗ്രന്ഥം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. ഇതിൻ്റെ ഭാഷ ഇത് മനസ്സിലാക്കാൻ ഒരു ആചാര്യൻ കൂടിയേ കഴിയുള്ളൂ. കാരണം നമ്മൾ ഈ പുരാണങ്ങൾ വായിക്കുന്ന പോലെയല്ല ഉപനിഷത്തുക്കൾ വായിക്കുന്നത്. ഉപനിഷത്തുക്കൾ വായിക്കുമ്പോൾ അതിൻ്റെ സ്ഥൂല അർത്ഥം ഒരുപക്ഷെ സംസ്കൃതം അറിയുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ അത് സ്ഥൂലാർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഒരു സൂക്ഷ്മാർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഹിന്ദു മതത്തിൻ്റെ ആന്തരിക സത്ത അറിയാതെ പോയത്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രത്യക്ഷ പരോക്ഷം എന്ന് 2 വാക്കുകളുണ്ട്. ചിലത് പ്രത്യക്ഷമായി പറയുന്നു, ചിലത് പരോക്ഷമായി പറയുന്നു. അതായത് പ്രത്യക്ഷമായി പറയുന്ന ഉപനിഷത്തുകൾ, പരോക്ഷമായി പറയുന്നു കഥകളിലൂടെ ഭാഗവതാദികൾ. പറഞ്ഞു വരുന്നത് രണ്ടും ഒരേ കാര്യമാണ്. പക്ഷേ നമുക്കുണ്ടല്ലോ ഈ ഗുരുശിഷ്യ ബന്ധമില്ലാത്തൊരു ഹിന്ദു സംസ്കാരമായതുകൊണ്ട് വെറും കുട്ടിക്കാലം മുതലേ അമ്പലത്തിൽ തൊഴുക, പ്രാർത്ഥിക്കുക, ഭജന പാടുക, ഇതിനപ്പുറത്ത് സൂക്ഷ്മമായതിനെ ഗ്രഹിക്കാൻ അച്ഛനമ്മമാർ കുട്ടികളെ ഒന്നും പരിശീലിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു തെളിവാണ് പല കുട്ടികളും ഗീത വായിക്കും, അതിലൊക്കെ ഗമ കാണിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. പക്ഷേ ഗീത വായിച്ചുകൊണ്ട് ഗീതയുടെ തത്വം മനസ്സിലാവില്ല. അപ്പം അതിനാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പണ്ടേ പറഞ്ഞത്, ആചാര്യനെ കിട്ടണം. അതായത് അകക്കണ്ണു തുറന്നിടാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്നൊരു പ്രയോഗമുണ്ട്. കൃഷ്ണൻ ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല, കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാൻ കൃഷ്ണന് അന്ന് തന്നെ അറിയാം, ഇത് സാധാരണക്കാർക്ക് വായിച്ചാൽ ഹിന്ദുക്കളൊന്ന് കണ്ണു തുറക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ആന്തരികമായ കാര്യം ഇനിയും മനസ്സിലാക്കി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഹിന്ദുമതം പേരിലേ ഉണ്ടാവുള്ളൂ.
കാരണം അവർക്ക് ഈ കഥകൾ ഒരിക്കലും കുറേ കാലം കഴിഞ്ഞാൽ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടില്ല. കാരണം ഒരുപാട് വിമർശനങ്ങൾ കഥയെക്കുറിച്ച് അവരുടെ ഉള്ളിൽ വരാം. ഇപ്പം രാമൻ തന്നെ അവതാര പുരുഷനാണെങ്കിൽ എന്തിന് ഒളിഞ്ഞിരുന്ന് ബാലിയെ അമ്പെയ്തു? രാമൻ വലിയ ഉദാത്ത ധർമ്മത്തിൻ്റെ മൂർത്തിയാണെങ്കിൽ ഗർഭിണിയായ ഭാര്യയെ എന്തിന് കാട്ടിലുപേക്ഷിച്ചു? അതുപോലെ തന്നെ രാമൻ ശൂർപ്പണയോട് ചെയ്തത് ശരിയാണോ? മൂക്ക് ഇതൊക്കെ ചെത്തി ഒരു സ്ത്രീയെ അങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? പിന്നീട് രാമൻ്റെ ഭാര്യ ഗർഭിണി പ്രസവിച്ചിട്ടൊന്നും രാമൻ കൊണ്ടുവരുന്നത് കാണുന്നില്ലല്ലോ. എന്തേ രാമൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക്, കാരണം വെറും കഥ വായിച്ചു പോയവരാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാതെ വരുമ്പോൾ അവർക്ക് ഇതിനോടുള്ളൊരു താല്പര്യം അച്ഛനമ്മമാരാണ് നശിപ്പിച്ചത്. സത്യത്തിൽ അച്ഛനമ്മമാരാണ് ഹിന്ദുമതം നശിപ്പിച്ചത്. അപ്പോൾ അതിന് എന്ത് മനസ്സിലാക്കണം? അച്ഛനമ്മമാർക്ക് സൂക്ഷ്മ ബുദ്ധി അല്ലെങ്കിൽ ഇതിൻ്റെ തത്വം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് കുട്ടികളെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ പ്രായമുള്ള കുറേ ആളുകളിലേക്ക് ഇത് ഒതുങ്ങിപ്പോയത്. പ്രായമുള്ളവർ പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചവരാണ്, ഇങ്ങോട്ടില്ല അങ്ങോട്ടാണെന്ന്. എന്നാൽ പോകുന്ന വഴിക്ക് വല്ല ഗതിയോ ഗുണമോ പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഇത് വായിക്കണമെന്നല്ലാതെ ഇത് ഉൾക്കൊണ്ട് വായിക്കുന്നവരപ്പുറം കുഴവായിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാരായണീയം വായിക്കുന്നവരൊക്കെ ഉൾക്കൊള്ളാനാണെന്ന്? എല്ലാവരും വെടി പൊട്ടിക്കുന്നു, ഞാനും പോയി പൊട്ടിക്കുന്നു, അത്രയല്ലോ. അപ്പോൾ ഒരു വെടി പൊട്ടിക്കുന്ന കുട്ടികൾ ഈ വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കുന്ന അതിൻ്റെ കൂട്ടത്തിലൊരു കമ്പനി ചേരാൻ കുറേ എണ്ണം അങ്ങനെ കമ്പനി ചേർന്ന് പോകുന്നതാണ്. അവർക്കും നാരായണീയത്തിനും തമ്മിൽ ജീവിതത്തിൽ യാതൊരു ബന്ധമുണ്ടാവില്ല. ഞാൻ അവരെ കളിയാക്കി പറയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചർക്കും ഈ നാരായണീയം വായിക്കാനല്ലാതെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയാനല്ലാതെ ഇതിലെ കഥ അറിയാമെന്നല്ലാതെ ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം അറിയുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഗുരു വേണം. ഗീതയിലെ 4-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, അർജുന, ഇത് മനസ്സിലാക്കൽ അത്ര എളുപ്പമൊന്നുമല്ല. അതിനെന്ത് വേണം? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഗീതയിൽ 4-ാം അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണ് 34-ാമത്തെ ശ്ലോകം, 34. അതെ, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തത്വദർശികളായ ജ്ഞാനികൾ എടുത്തുപോയിട്ട് ഉപദേശന്തി, ജ്ഞാനം ഉപദേശന്തി. എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായ ജ്ഞാനത്തെ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം കഥ കേൾക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ചെറുപ്പത്തിൽ കഥ കേട്ടിട്ട് എനിക്ക് പ്രായമുള്ള കുറേ അമ്മമാരോട് കലി വരും. ചിലപ്പം അവർ ഈ സപ്താഹത്തിന് വന്നിട്ട് കഥ കേൾക്കാൻ വരും. തല്ലിക്കൊല്ലണ്ടേ അവരെ? തമാശയല്ല. കാരണം ഒരു പ്രായമായാൽ നമ്മൾ കഥ കേൾക്കേണ്ടവരല്ല. കാരണം അത് അന്ധവിശ്വാസമാണത്. പുറത്തൊരു കൃഷ്ണനുണ്ട്, രാമനുണ്ട് എന്നത് വെറും അന്ധവിശ്വാസമാണ് ഒരു പ്രായമായാൽ. കാരണം കൃഷ്ണൻ്റെ ഒരു രൂപം ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ രൂപം പോലെ തന്നെ ഉണ്ടായി നിലനിന്ന് മറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ രാമൻ്റെ ശരീരം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. അതൊരു അന്ധവിശ്വാസമാണ്. എന്നാൽ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ഒരു രൂപത്തെ ആവശ്യമാണ്, കഥ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടുന്നത് വരെ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ടത്. നിങ്ങൾക്ക് എത്ര കാലം ഈ രൂപം വേണമെന്ന്, രൂപത്തെ നിഷേധിക്കുന്നില്ലേ ഭാഗവതം? രൂപം എത്ര കാലം വേണം എന്ന് പറയുന്നത് 2-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ അനവധി തവണ, 2-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകം ഭാഗവതം എടുത്തു നോക്കൂ നിങ്ങൾ. അവിടെ യാവന്നജായേതേ പരാവരസ്മിൻ വിശ്വേശ്വരി ദ്രഷ്ടരി ഭക്തിരൂപ എന്താണ് ഭക്തിയോഗ താവസ്തവീയ പുരുഷസ്വരൂപം. അത്രയും കാലം പുരുഷസ്വരൂപം സ്മരേത പ്രയത്നേത, നിങ്ങൾ പ്രയത്നം ചെയ്ത് സ്മരിക്കണം എന്നാണ്. അതായത് യാവത് താവത്, യാവത് എന്ന് പറഞ്ഞാൽ എത്ര കാലം, താവത് എന്ന് പറഞ്ഞാൽ അത്ര കാലം.
യാവത് എത്ര കാലത്തോളം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഒരു മന്ത്രത്തിൽ ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ലയോ, നിങ്ങളുടെ മനസ്സ് ഒരു മന്ത്രത്തിൽ സ്വാഭാവികമായി ഏകാഗ്രതയോടെ നിൽക്കുന്നില്ലയോ, അത്ര കാലം ഒരു രൂപം നിങ്ങൾക്ക് ആരാധിക്കാൻ ആവശ്യമാണെന്നാണ് ഭാഗവത്തിൽ പറഞ്ഞത്. തൃതീയ സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ അവിടെയും പറയുന്നുണ്ട്. അവിടെ പറയും, അർച്ചാദോ അർച്ചയേത്, നിങ്ങൾ അർച്ചിക്കണം. അർച്ചാദോ എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെ അർച്ചിക്കണം. യാവത് ഈശ്വരം മാം സ്വകർമ്മകൃത്, എത്ര കാലം വരെ അർച്ചിക്കണം, എത്ര കാലം വരെ രൂപം വേണം, എത്ര കാലം? യാവത് വേദസ്വഹൃതി, യാവത് വേദസ്വഹൃതി. യാവത് എന്ന് പറഞ്ഞാൽ താവത് വേദസ്വഹൃതി, എത്ര കാലത്തോളം നിങ്ങളുടെ ഉള്ളിൽ മനസ്സ് ഏകാഗ്രമാവുന്നുണ്ടോ, ആവുന്നില്ലയോ, അതാണ് ആവുന്നുണ്ടോ എന്നല്ല, ആവുന്നില്ലയോ, അത്രയും കാലം എന്നാണ്. അപ്പം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി മാത്രമേ രൂപങ്ങളുടെ ആവശ്യം ഉള്ളൂ എന്ന് ഭാഗവതത്തിൽ 2-ാം സ്കന്ധത്തിൽ കാണാം, 3-ാം സ്കന്ധത്തിൽ കാണാം. സാക്ഷാൽ കൃഷ്ണൻ ഉദ്ധവരോട് 29-ാം അധ്യായം 11-ാം സ്കന്ധത്തിൽ ഇത് പറയുന്നുണ്ട്. അവിടെ ഇത് തന്നെയാണ് പറയണത്. ഉദ്ധവോപദേശം എടുത്ത് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് കാണാം. അവിടെയും പറയുന്നുണ്ട്, എത്ര കാലം അങ്ങക്ക് വാങ്മയോ കായ വാങ്മതി, വാക്കും കായ ശരീരമൊക്കെ ഉപയോഗിച്ച് എത്ര കാലം ധ്യാനിക്കണം, എത്ര കാലം അങ്ങയുടെ മനസ്സ് ഏകാഗ്രമാവുന്നില്ലയോ അത്ര കാലത്തോളമേ ഒരു ബാഹ്യമായ രൂപത്തിൻ്റെ ഉപാസനയുടെ ആവശ്യമുള്ളൂ എന്ന് കൃഷ്ണനും പറയുന്നുണ്ട്. അപ്പം ഈ പ്രായമുള്ളവർ വീണ്ടും വീണ്ടും ഈ രൂപകഥകൾ കേൾക്കാൻ പോയാൽ എത്ര കൊള്ളരുതാത്തവരാണ് നോക്കൂ. സത്യം പറഞ്ഞാൽ പ്രായമുള്ളവർ ശപിക്കപ്പെട്ടവരാവരുത്. കഥയൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കേൾക്കണം. പ്രായമാകുമ്പോൾ നമ്മൾ കഥകളിൽ നിന്നും കഥയുടെ സാരത്തിലേക്ക്, കഥയുടെ തത്വത്തിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് ഭാഗവത്തിൽ തത്വജിജ്ഞാസ, എവിടെയാ പറയുന്നത് തത്വജിജ്ഞാസ എന്ന്? ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന, എവിടെയാ പറയുന്നത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന. നിങ്ങളൊന്നും ഭാഗവതം വായിക്കാറില്ലേ? പോത്തുബുദ്ധി വെച്ച് വായിക്കരുതേ. ഇത് കുറേ മനസ്സ് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൽ, നിങ്ങൾക്ക് അറിയുന്ന ശ്ലോകമാണ്. എന്താണ് ഇതൊക്കെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന ശ്ലോകങ്ങളാണ്, നിങ്ങൾ അറിയാത്ത ശ്ലോകമല്ല ഞാൻ പറയണത്. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവത. ഇപ്പോഴും മനസ്സിൽ വന്നിട്ടില്ല. ഇത് 2-ാം സ്കന്ധത്തിൽ ഏതാണ്? ചതുശ്ലോകി ഭാഗവതത്തിലെ 35-ാമത് ശ്ലോകമാണ് ഈ പറഞ്ഞത്. ഇപ്പം നമ്മുടെ മനസ്സിൽ ഇത്തരം ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ റൂമിലിരുന്ന് ബൈഹാർട്ട് പഠിക്കണം. ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ബൈഹാർട്ട് പഠിക്കുക. കാരണം അടുത്ത ജന്മത്തിലേക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. ഇവിടെ മെനക്കെട്ട് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ഓർമ്മയിൽ അത് കിടക്കും. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ സമയം പാഴാക്കരുത്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം എന്താ അവിടെ പറയുന്നത്? ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന, തത്വജിജ്ഞാസ ഉള്ളവരാണ്. അപ്പം ഈ ഓരോ കഥയുടെ ഉള്ളിലും ആ തത്വം നമ്മൾ എഴുതി പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രായമായാലും നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ കഥയും കൊണ്ടാണ് പോകുന്നെങ്കിൽ അടുത്ത ജന്മം കഥ കൊണ്ട് തൊലയും. നിങ്ങൾ ഈ ജന്മവും രക്ഷപ്പെടില്ല, അടുത്ത ജന്മവും രക്ഷപ്പെടില്ല. അപ്പോഴും നമ്മൾ കഥയിൽ തന്നെ ഹോമിക്കപ്പെടും. ഈ തത്വത്തിലേക്ക് വരാത്തോടത്തോളം കാലം നിങ്ങളുടെ മനസ്സിന് കഥ കേട്ടതുകൊണ്ട് ഒരു പുണ്യവും കിട്ടാൻ പോണില്ല. ഞാൻ ഉള്ളത് പറയുകയാണേ. കഥ കേട്ടതുകൊണ്ട് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. കഥ കേട്ടതുകൊണ്ട് മനസ്സിന് കുറച്ച് നേരത്തെ ഒരു സമാധാനം കിട്ടുമെന്നല്ലാതെ നിങ്ങൾക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി ഉയർത്താൻ കഥ കൊണ്ടൊരിക്കലും, പിന്നെ കഥ മാത്രം എഴുതി വെച്ചാൽ മതിയല്ലോ, തത്വം എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം കഥ കൊണ്ടൊരിക്കലും മനുഷ്യന് പൂർണ്ണത നേടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് വേണം? കഥയുടെ ഉള്ളിലുള്ള തത്വത്തെ, പൊരുളിനെ നമ്മൾ
ഗ്രഹിക്കണം. അതിന് നമുക്ക് സാധ്യമല്ല തുടക്കത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഥ കേട്ട കഴുതകളായിപ്പോയി, കഥ കേട്ട ഒരു തരം പോത്തുബുദ്ധിയായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കഥയുടെ ഉള്ളിലുള്ള പൊരുൾ സ്വയം കണ്ടെത്താൻ പറ്റില്ല. അപ്പം നമുക്കെന്ത് വേണം? ഒരു ആചാര്യൻ്റെ സഹായം വേണം. അതാണ് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഗുരുവിൻ്റെ അടുത്ത് നിന്ന് തത്വജിജ്ഞാസ, തത്വം മനസ്സിലാക്കണം. ജ്ഞാനിന തത്വദർശിന, അതാണ് ഗീതയിൽ പറയും, ജ്ഞാനിന തത്വദർശിന. എന്താണ് ആ ശ്ലോകം ഒന്നുകൂടി വായിക്കും? 4-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകം ഒന്ന് വായിക്കും. തദ്വിദ്ധി പ്രണിപാതേന. ഇത്തരം ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഗീതയിലെ കുറേ പ്രധാനപ്പെട്ട ശ്ലോകം ബൈഹാർട്ട് പഠിക്കണം. വെറുതെ റൂമിലൊക്കെ ഇരുന്ന് സമയം കളയരുത്. ഒരു ദിവസം ഒരു ശ്ലോകം ബൈഹാർട്ട് പഠിച്ചാൽ അത്രയും കഴിഞ്ഞു. മനസ്സിലായില്ല? എത്ര സമയം നമ്മൾ വെറുതെ പാഴിലാക്കണോ നോക്കൂ. അപ്പം തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പം നമ്മൾ ജ്ഞാനം ഗ്രഹിക്കണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ കഥകൾക്കുള്ളിലുള്ള സാരത്തെ, തത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ എഴുതി എഴുതി പഠിക്കണം. അപ്പം നമ്മളിവിടെ എത്രമാത്രം ഇത് മനസ്സിലാക്കി വെക്കുന്നുണ്ടോ, അടുത്ത ജന്മം വന്നാൽ വീണ്ടും കഥ കേൾക്കാൻ വരേണ്ടി വരില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഉയർന്നു വന്നിട്ടുണ്ടാവും. കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക്, കൂടുതൽ അതിൻ്റെ രസത്തിലേക്ക് നമ്മൾ കടക്കും. അല്ലെങ്കിൽ അതിൻ്റെ ബാഹ്യതലത്തിൽ നിന്ന് ഈ ജന്മമല്ല അടുത്ത ജന്മവും അങ്ങനെ തന്നെ കിടക്കും. മനസ്സ് സ്വയം ഇവോൾവ് ചെയ്യില്ല. അതാദ്യം പഠിക്കുക. മനസ്സൊരിക്കലും സ്വയം ഇവോൾവ് ചെയ്യില്ല. സ്വയം ഇവോൾവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ പരിശ്രമമില്ലാതെ അതൊരിക്കലും മാറുകയില്ല. അപ്പം അതിനെ പരിശ്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ ഉയർത്താനുള്ള പരിശ്രമം. അത് നമുക്ക് ക്ലിയറായിട്ട് നമ്മുടെ തലയിൽ ഉറക്കണം. അത് കഥ കേൾക്കുന്നതല്ല പരിശ്രമം, ഏകാഗ്രമാക്കി ലയിപ്പിക്കുന്നതാണ് പരിശ്രമം. അപ്പം നമ്മളെ സംബന്ധിച്ച് നാം ഇത്ര സമയമെടുത്ത് മനസ്സിനെ ഏകാഗ്രമാക്കാനും മനസ്സിനെ ലയിപ്പിച്ചു നിർത്താനും നല്ല പരിശ്രമം ചെയ്യാൻ നമുക്ക് ഈ ജന്മം സാധിച്ചാൽ നിങ്ങൾ മനസ്സിൻ്റെ പരിവർത്തനത്തിന് പരിശ്രമിക്കുന്നവരായി മാറി. നമ്മളെന്താ കരുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കഥ കേട്ടാൽ ദൈവങ്ങൾ, ആദ്യം നമ്മളത് കംപ്ലീറ്റ്ലി നിഷേധിക്കണം. പുറത്ത് ഒരു ദൈവവും ഇല്ല. അത് നമ്മുടെ തലയിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുരുങ്ങിയവരാണ്. പുറത്ത് ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ ജന്മമല്ല 100 ജന്മം കൊണ്ടും നന്നാവാൻ പോണില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞ് പുറത്ത് ദൈവമുണ്ട്. അപ്പം നിങ്ങൾ പുറത്തുള്ളൊരു ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലായില്ല? ഈ ജന്മമല്ല 100 ജന്മം കൊണ്ട് രക്ഷപ്പെടില്ല. അപ്പം ഈ പുറത്ത് ദൈവം എന്ന് പറയുന്നത് നമ്മൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. പുറത്തുള്ള ദൈവം എന്ന് പറയുന്നത് രൂപമല്ല. പുറത്തുള്ള ദൈവം എന്ന് പറയുന്നത് കാണുന്ന കാഴ്ചയല്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഈ 2 വാക്കുകൾ നിങ്ങൾ മറക്കാൻ മതി. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നതും. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നതും, ഇത് മറക്കരുത്. നിങ്ങളൊരു രൂപത്തെ നോക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ രൂപം നിരീക്ഷിക്കപ്പെടുന്നതാണ്. നിരീക്ഷിക്കപ്പെടുന്നത് വെറും ഊർജത്തിൻ്റെ ശക്തിയായ, പ്രപഞ്ച ഊർജത്തിൻ്റെ ശക്തിയായൊരു ചലനത്തിൽ ഉണ്ടാകുന്ന പ്രതീതി മാത്രമാണ് ഈ രൂപം. അതൊക്കെ നമുക്ക് സയൻറ്റിഫിക്കലി മനസ്സിലായി കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ രൂപമുണ്ടോ? പുറമേ അങ്ങനെ രൂപമുണ്ടോ? ആധുനിക ഫിസിക്സ് തന്നെ പറയുന്നു പുറമേ അങ്ങനൊരു രൂപമില്ല. പിന്നെ എന്താ ഉള്ളത്? നിരീക്ഷകനല്ല ഉള്ളത്. നിരീക്ഷിക്കപ്പെടുന്നതല്ല ഉള്ളത്. ആരാണ്? നിരീക്ഷകനാണ്. അപ്പം നമുക്ക് മനസ്സിലാവണം, കൃഷ്ണനും പറയുന്നു എന്നെ എങ്ങനെ കാണണം എന്നാണ്. എന്നെ ഏത് രൂപത്തിൽ കാണണം? അപ്പം ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. സകല ഹിന്ദുക്കളും, ഗുരുവായൂരിൽ പോകുന്ന ഹിന്ദുക്കളും ബൈഹാർട്ട് പഠിക്കേണ്ട ശ്ലോകമാണ് 7:24 ഗീതയിൽ. സകല ഹിന്ദുക്കളും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം.
7-24 ശ്ലോകം. ഇത് നമുക്ക് വളരെ വ്യക്തമായ ഒരു ഉറപ്പ്, നമ്മുടെ ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. അപ്പം നിങ്ങൾക്ക് സംശയം വരില്ല ഇക്കാര്യത്തിൽ. 7-24 ശ്ലോകം. സകല ഹിന്ദുക്കളും ക്ഷേത്രത്തിൽ പോകുന്നവർ ഇത് പഠിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. അപ്പം നിങ്ങൾക്ക് കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാവും. അവിടെ പറയുന്നത് അവ്യക്തം, ഞാൻ അവ്യക്തമാണ്. അവ്യക്തം എന്ന വാക്കിൻ്റെ അർത്ഥം സൂക്ഷ്മം എന്ന് മാത്രമേ ഉള്ളൂ. അവ്യക്തം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റുന്ന ആളല്ല ഞാൻ. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തെ അല്ല കൃഷ്ണനായി കാണേണ്ടത്. പിന്നെ ആരാണ് കൃഷ്ണൻ? നിരീക്ഷകനായ ബോധമാണ് കൃഷ്ണൻ. അപ്പം നമ്മൾ പറയും നിരീക്ഷിക്കണ ഞാനല്ലേ, ഞാനെങ്ങനെ കൃഷ്ണനാവുക? അപ്പം നിങ്ങളെന്ന് പറയുമ്പോഴും നിങ്ങളിലും ഒരു ആരുണ്ട്? നിങ്ങളെ പോലും നിങ്ങളെന്ന് പറയണമെങ്കിൽ നിങ്ങളിലൊരു ബോധമുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. കാരണം നമ്മൾ ഈ ചിന്തയുടെ തലം മുതലാണ് വ്യവഹാരങ്ങൾ ചെയ്യുന്നത്. അപ്പം ആ ചിന്തകളെ പോലും അറിയുന്ന ഒരു ബോധത്തെയാണ് നിരീക്ഷകൻ എന്നിവിടെ പറയുന്നത്. അപ്പം ആ ബോധം തന്നെയാണ് ആര്? കൃഷ്ണൻ. അല്ലാതെ എന്നെ ആരാണോ മാനുഷ്യം തനുമാശ്രിതം, മനുഷ്യൻ്റെ രൂപം ഉള്ളവനായി കാണുന്നത്, അവൻ അബുദ്ധയ, അവൻ ബുദ്ധിയില്ലാത്തവനാണ്. അപ്പം മനുഷ്യരൂപത്തിൽ എന്നെ കാണുന്നവൻ, ഇത് നിരീക്ഷകനാണ് ഭഗവാൻ എന്നറിയാതെ നിരീക്ഷിക്കപ്പെടുന്നതാണ് ഭഗവാൻ എന്ന് ധരിക്കുന്നവരൊക്കെ ബുദ്ധിശൂന്യന്മാരാണ്, ഒക്കെ ബുദ്ധിമാന്യം വന്നവരാണ്, ഒക്കെ കഴുതകളാണ്, ഒക്കെ മൂഢന്മാരാണ്. ഇത് നിങ്ങൾ വെച്ചിട്ട് അമ്പലങ്ങളിൽ പോയി നോക്കൂ. നിരീക്ഷകനായ ബോധമാണ് ഭഗവാൻ. നിരീക്ഷിക്കപ്പെടുന്ന രൂപമല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ രൂപത്തെ കണ്ടാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും രൂപം വച്ചിരിക്കുന്നത് നാമത്തിൽ ഉറപ്പിക്കാനാണ്. ഒരു നാമത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഏതിൻ്റെ ആവശ്യം? രൂപത്തിൻ്റെ ആവശ്യം. അത് നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മൾ നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു കടയിൽ ചെന്ന്, ഹോട്ടലിൽ ചെന്ന് നിങ്ങൾ മെനു ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഓർഡർ ചെയ്യുന്ന മെനുവിൻ്റെ പേരുകൾ നിങ്ങൾക്ക് മെനു ബുക്കിൽ അടിച്ചു വെച്ചിട്ടുണ്ടാകും. ഓരോ മെനു ബുക്ക് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഐറ്റംസ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ മുൻകൂട്ടി ഉള്ളവരാണെങ്കിൽ വേഗം മനസ്സിലാവും ഇതിന്നതാണ്. ഇപ്പം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം വരും. തീരെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സാധനമാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ചിത്രം വരുമോ? ഇപ്പം നിങ്ങളൊരു നോർത്തിലൊക്കെ പോയി, രാജസ്ഥാനിൽ പോയി, രാജസ്ഥാൻ്റെ തനതായ ഭക്ഷണം അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും പിടുത്തം വരുമോ? ഇപ്പം പനീർ കൊണ്ടോ അല്ലെങ്കിൽ ഈ എന്താ പറയുക, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും. അല്ലാത്തതായിട്ടുള്ള സാധനങ്ങളോ വല്ലതും തലയിൽ കയറുമോ? കയറില്ല. കാരണം നമ്മുടെ തലയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ കന്നഡ ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ പല്ല എന്ന് പറഞ്ഞ സാധനമുണ്ട് അവരുടെ ആഹാരത്തിൽ. അത് പറഞ്ഞാൽ മനസ്സിലാവുമോ? തീരെ അറിയാത്തവർ പല്ല, ഈശ്വര പല്ലി എങ്ങാനും പുഴുങ്ങി കൊണ്ടുവന്നു. അവർ പ്യുവർ വെജിറ്റേറിയനായി പല്ല. കാരണം അവരുടെ ഒരു ഭാഷ. തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ കുളമ്പ് എന്ന് പറയും. നമുക്ക് കുളമ്പ് എന്ന് പറഞ്ഞാലോ പശുവിൻ്റെ കുളമ്പേ ഉള്ളൂ. നമുക്ക് കുളമ്പ് കൊണ്ട് കറിയുണ്ട്, കുളമ്പ് കറിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അത്ര അർത്ഥം കിട്ടുക? ഇതെന്തോ പശുവിൻ്റെ കാല് വേവിച്ചു കൊണ്ടുവന്നു ഇവർ. ഇപ്പം ഈ തരത്തിൽ എന്താ പറയുക, ഊരുകായ് വേണമെന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? മനസ്സിലായില്ലേ? ഊരുകായോ, അതെന്താ ഊരി പോകുന്ന കായോ, എന്ത് കായാണത്? കാരണം ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ ഇത് കേട്ട് പരിചയമുള്ളവരാണ്, ഈ ഭാഷ അറിയുന്നവരാണെങ്കിൽ എന്താ പറയണത് എന്നുള്ളത് പിടികിട്ടും. അല്ലാത്തവർക്ക് ഒരു പിടിയും കിട്ടില്ല. എന്നതുപോലെയാണ് നമ്മൾ ഈ രൂപം കാണുമ്പോൾ ഇത് നാമത്തിലേക്കാണെന്ന പിടി കിട്ടിയിട്ട് വേണം
പോവാൻ, അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടില്ല, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്ന് ഹിന്ദുക്കൾക്കൊക്കെ പറ്റിയതും. വെറുതെ അമ്പലത്തിൽ പോയി ചുറ്റിക്കറങ്ങുമ്പോൾ ഇവനറിയുന്നില്ല കൃഷ്ണൻ ഇവനെയൊക്കെ വിളിച്ചിരിക്കുന്നത്. ബുദ്ധിയില്ലാത്തവനാണ്, കഴുതയാണ് എന്നൊക്കെയാണ് കൃഷ്ണൻ വിളിച്ചിരിക്കുന്നത്. അതാണ് ഗീതയിലെ ചില ശ്ലോകങ്ങൾ പഠിച്ച് അമ്പലത്തിൽ പോയാൽ കുറേ അന്ധവിശ്വാസങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് രൂപം കാണരുതെന്നല്ല പറഞ്ഞത്, രൂപം വേണം, അലങ്കരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നാമത്തിൽ ഉറപ്പിക്കാൻ. നാമത്തിൽ ഉറപ്പിക്കാതെ രൂപം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പം അതാണ് അതിൻ്റെ തത്വം ഗ്രഹിക്കേണ്ടത്. എന്തിനാ നാമത്തിൽ ഗ്രഹിക്കുന്നത്? നാമത്തിൽ നിന്നും വേണം തിരിച്ച് മനസ്സ് ലയിപ്പിച്ച് മനസ്സിൻ്റെ ആ ലയത്തിൻ്റെ സുഖം വർദ്ധിപ്പിച്ച് അവസാനം ഞാൻ പറഞ്ഞു സുഖത്തിൽ നിന്നും ആനന്ദത്തിലേക്കും ആനന്ദത്തിൽ നിന്ന് അനന്തബോധത്തിലേക്കും എത്തിച്ചേരാൻ.